എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഉറപ്പായ ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൂട്ടുകാരുടെ ഫോണിൽ യഥാസമയം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രാത്രി മഴ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം സുഗതകുമാരി. OV വിജയൻ്റെ ഏത് നോവലിലെ പുരാവൃത്ത കഥാപാത്രമാണ് പുളിക്കൊമ്പത്തെ സോതി? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. SK പൊറ്റക്കാടിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് തൈരുകാരത്തി എരുമ? ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വരികളുടെ രചയിതാവ് ആരാണ്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേര് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം നാഷണൽ ബുക്ക് സ്റ്റാൾ. പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവൽ ഏതാണ്? ഉത്തരം തലയോട്. കന്നിക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കുമാരനാശാൻ്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏതു മാസികയിലാണ്? ഉത്തരം മിതവാദിയിൽ. MT വാസുദേവൻ നായരുടെ നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏതു വർഷം? ഉത്തരം 1958. അരങ്ങു കാണാത്ത നടൻ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം തിക്കൊടിയൻ. തുടിക്കുന്ന താളുകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ. കൊഴിഞ്ഞ ഇലകൾ ഇത് ആരുടെ ആത്മകഥ? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ഏത് നോവലിലെ കഥാപാത്രമാണ് ദേവകി ബഹൻ? ഉത്തരം അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. പഴശ്ശിരാജയെ നായകനാക്കി KM പണിക്കർ രചിച്ച നോവൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കേരളസിംഹം. നെല്ല് എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം P. വത്സല. തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു? ഉത്തരം തോട്ടിയുടെ മകൻ. ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം O. ചന്തുമേനോൻ. കേശവിയം എന്ന മഹാകാവ്യത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം KC കേശവപിള്ള.
ഒറോദ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം കാക്കനാടൻ. കേശവൻ നായരും സാറാമ്മയും മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. മലയാളം അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. ഉൾക്കടൽ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ജോർജ് ഓണക്കൂർ. ഒ ചന്തുമേനോൻ്റെ അപൂർണ നോവൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ശാരദ. മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം സി രാധാകൃഷ്ണൻ. ദാസൻ, ചന്ദ്രിക എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എം മുകുന്ദൻ്റെ നോവൽ ഏതാണ്? ഉത്തരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം പി കുഞ്ഞനന്ദൻ നായർ. മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം അംബികാസുധൻ മങ്ങാട്. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. അംബികാസുധൻ മങ്ങാട് രചിച്ച എൻഡോസൾഫാൻ കീടനാശിനിയാൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമായ നോവൽ ഏതാണ്? ഉത്തരം എൻ മഗ്ജെ. തടവറയുടെ പശ്ചാത്തലത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മതിലുകൾ. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ പ്രശസ്തമായ ഈ വരികളുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലായി അറിയപ്പെടുന്ന നോവൽ ഏതാണ്? ഉത്തരം സ്വർഗദൂതൻ. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം കെ ഇ മത്തായി. മണ്ണിൻ്റെ മാറിൽ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ചെറുകാട്. അരനാഴിക നേരം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം കെ ഇ മത്തായി. പേപ്പർ ലോഡ്സ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം സുസ്മേഷ് ചന്ദ്രോത്ത്. കൊച്ചേരത്തി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം നാരായൺ. ഉറൂബിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ശാന്ത? ഉത്തരം സുന്ദരികളും സുന്ദരന്മാരും. ഭീമൻ പ്രധാന കഥാപാത്രമായി വരുന്ന എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ്? ഉത്തരം രണ്ടാമൂഴം. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ.
പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പാത്തുമ്മയുടെ ആട്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഉത്തരം അവകാശികൾ. നജീബ് കഥാപാത്രമായ നോവൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ആടുജീവിതം. അവകാശികൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം വിലാസിനി. ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ബെന്യാമിൻ. സൂര്യവംശം എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ഉത്തരം മേതിൽ രാധാകൃഷ്ണൻ. പെരുമ്പടവം ശ്രീധരൻ ദസ്തയോസ്കിയുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച നോവൽ ഏതാണ്? ഉത്തരം ഒരു സങ്കീർത്തനം പോലെ. ഏറ്റവും കൂടുതൽ സംസാര ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. ഭാഷകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഫിലോളജി. അപ്പോൾ കൂട്ടുകാരെ, കാളിദാസൻ്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ONV എഴുതിയ കാവ്യം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൂട്ടുകാർ ഏറ്റവും വേഗത്തിൽ കമൻറ്റ് ബോക്സിൽ ശരിയായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം കൂട്ടുകാരുടെ പേരും അതിൻ്റെ അടിയിൽ സ്കൂളിൻ്റെ പേരും ക്ലാസ്സും കൂടി രേഖപ്പെടുത്തുക. നമ്മൾ ഏറ്റവും വേഗത്തിൽ അറിയിക്കുന്ന 5 പേരെ തിരഞ്ഞെടുത്തിട്ട് അടുത്ത വീഡിയോയിൽ ഇതേ ക്വസ്റ്റ്യൻ്റെ അവസാനമായിട്ട് അവരുടെ പേരും ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. ടെക്സ് ആൻഡ് ക്വിസ് അപ്ലോഡ് ചെയ്യുന്ന മികച്ച വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളും ചേരും നമ്മുടെ ഫാമിലിയിൽ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ.